നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദാവീദ് തൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് 54-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലൂടെ നാം ശ്രദ്ധിച്ചത്. മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ദാവീദ് പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേവലം ശാരീരികമായ മരണത്തിൽ നിന്ന് മാത്രമല്ല, ആത്മമരണത്തിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനാണ് ദൈവം എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായിരുന്ന ഷണ്ണൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയി മടങ്ങുന്ന വഴിയിൽ അക്കാലത്ത് അപൂർവമായി മാത്രം ലഭിക്കുന്ന ദൈവവചനം തേരിൽ ഇരുന്ന് വായിക്കുകയാണ്. വായിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ അത് യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലെ വാക്യമാണെന്ന് മനസ്സിലാകും. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായെ തുറക്കാതെ ഇരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഇതാരെക്കുറിച്ച് പറയുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ ഷണ്ണൻ ആകെ കുഴങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവാത്മാവിനാൽ നിർബന്ധിക്കപ്പെട്ട് സുവിശേഷകനായ ഫിലിപ്പോസ് അവിടെ ചെല്ലുന്നത്. ഒരു പാപിയെ രക്ഷിക്കുവാനുള്ള അത്ഭുതകരമായ ദൈവവഴിയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഒരു ശമര്യക്കാരിയെ തേടി കർത്താവ് ശമരിയിൽ പോയതുപോലെ ഫിലിപ്പോസ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തൂടെ യാത്ര ചെയ്യുകയാണ്. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് തിരുവചനം പറയുന്നത് പോലെ ഷണ്ണന് രക്ഷയ്ക്കുള്ള വഴി ഒരുങ്ങിയിരിക്കുകയാണ്. ഫിലിപ്പോസ് മുഖാന്തരം ഷണ്ണനോട് സുവിശേഷം അറിയിക്കുന്നു. അറുക്കുവാനുള്ള ആട് ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ക്രിസ്തുവാണെന്നും അകാരണമായി കുറ്റം ചുമത്തുന്നവരുടെ മുമ്പിൽ മൗനമായിരുന്ന് പഴിയും ദുഷിയും പീഡനങ്ങളും എല്ലാം ശാന്തമായി സഹിച്ച് ക്രിസ്തു ക്രൂശിൽ യാഗമായി തീരുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഈ സുവിശേഷമാണ് പാപിയെ രക്ഷിക്കുന്ന സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഏതൊരു പാപിക്കും രക്ഷ പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള സന്ദേശം ഷണ്ണൻ്റെ ജീവിതത്തെയും മാറ്റിമറിച്ചു. തന്നിലുണ്ടായിരുന്ന മതഭക്തി തന്നെ രക്ഷിക്കുകയില്ലെന്നും അതേസമയം ക്രൂശിൻ്റെ സന്ദേശം രക്ഷിക്കുന്ന ദൈവശക്തിയാണെന്നും ഷണ്ണൻ തിരിച്ചറിഞ്ഞു. തന്നിലുള്ള മതഭക്തി കൊണ്ടാണ് യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയത്. പക്ഷേ യെരുശലേമിൽ യഹൂദന്മാരുടെ ദേവാലയത്തിൽ താൻ നമസ്കരിച്ചു മടങ്ങുന്ന വഴി സാക്ഷാൽ രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടെത്തുവാനിടയായി. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷിക്കുന്ന ആ ദൈവശക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി. അപ്പോൾ തന്നെ തൻ്റെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചു. താൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ തെളിവായി യാത്രാമധ്യേ തന്നെ വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഫിലിപ്പോസിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് സ്നാനമേൽക്കുകയും ചെയ്തു. യേശു കർത്താവ് എനിക്ക് വേണ്ടി നിന്ദകളും അപമാനങ്ങളും സഹിച്ച് ക്രൂശിൽ മരിച്ചുവെങ്കിൽ ഞാനും ക്രിസ്തുവിനോടുകൂടി എൻ്റെ പാപജീവിതത്തിന് മരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഇനി ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ആരുടെയും നിർബന്ധത്താലല്ല, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ ബാഹ്യ പ്രദർശനമായി ഷണ്ണൻ സ്നാനമേറ്റു. വിശ്വാസവും വിശ്വാസത്തിൻ്റെ അനുസരണവും ഒരുപോലെ ഷണ്ണനിൽ പ്രകടമാകുകയാണ്. ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുവാൻ എന്ത് വിരോധം എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞ് ഫിലിപ്പോസിനാൽ സ്നാനം സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. രക്ഷിക്കുന്ന സുവിശേഷത്തിൻ്റെ അത്ഭുതകരമായ ശക്തി താങ്കൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ഏത് കഠിന ഹൃദയമുള്ള വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുവാൻ ഈ സുവിശേഷത്തിന് സാധിക്കും. ദുർമാർഗികളെ സന്മാർഗികളാക്കി രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷം, മദ്യപാനികളെ മദ്യമുക്തരാക്കുന്ന സുവിശേഷം, എന്തിനധികം ആഫ്രിക്കൻ നരഭോജികളെ പോലും നരസ്നേഹികളാക്കി മാറ്റിയ സുവിശേഷം, ഏത് അധർമ്മത്തിലും അനീതിയിലും ജീവിക്കുന്ന മനുഷ്യരെ രൂപാന്തരപ്പെടുത്തി അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന സുവിശേഷം. ഈ സുവിശേഷം അതിൻ്റെ അത്ഭുതകരമായ ശക്തി താങ്കളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവായ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം താങ്കളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ സുവിശേഷത്തിൻ്റെ ശക്തി താങ്കളിൽ വ്യാപരിക്കട്ടെ. കർത്താവ് അത്ഭുതകരമായ രൂപാന്തരം താങ്കളിൽ ഉളവാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സുവിശേഷത്തിൻ്റെ അത്ഭുത വ്യാപാര ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ അവിടുന്ന് കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം. എന്നാൽ ഇന്നുവരെയും ആ അത്ഭുതകരമായ സുവിശേഷം ജീവിതത്തിൽ പരിവർത്തനം വരുത്താത്തവരായി ഇന്നും പാപത്തിൽ ജീവിക്കുന്ന ചില ജീവിതങ്ങളോട് അവിടുന്ന് കൃപ ചെയ്യണമേ.
ദൈവത്തിൻ്റെ അത്ഭുതമായ ശക്തി തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.